അപ്പോൾ ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്നത്തേക്ക് 335 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പം ഞാൻ ചെയ്തവരോടും ചെയ്യാത്തവരോടൊക്കെ നന്ദി പറയാണ്, അൽഹംദുലില്ലാഹ്. ചെയ്യാത്തവർ എന്നെ എന്തായാലും നിങ്ങളിൽ ഒരാളായിട്ട് എന്നെ കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ് സത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിജയിക്കണം. അങ്ങനെ ആഗ്രഹമുണ്ട്. ഓക്കെ, കാരണം കഷ്ടപ്പെട്ട് മതിയായതാണ് ഗൈസ്. മതി പടച്ചിറപ്പിനോട് ഇനി മതിയാക്കണേ, ഇനി അങ്ങനെ കഷ്ടപ്പെടുത്തല്ലേന്ന്. സത്യം അത് എത്രയോ ദിവസങ്ങളിൽ ഞാൻ ദുആ ചെയ്യലുണ്ട്. എല്ലാ ദുആയിലും എല്ലാ വേർഡ്സും വരണമെന്നില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് മതിയാക്കണം. അങ്ങനെയായി. ഇനി എന്താ ചെയ്യുക? രക്ഷപ്പെടണം എനിക്ക്. ഓക്കെ. അപ്പോൾ പിന്നെ എന്നോട് ആരൊക്കെയോ ചോദിക്കും നീ എവിടെയാണെന്ന്. ഞാൻ കണ്ണൂർ സിറ്റിയിലാണ് ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ. സിറ്റി എൻ്റെ നാടാണ്. പറയാൻ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഉമ്മ ജനിച്ചതും വളർന്നതൊക്കെ സിറ്റിക്കാണ്. പിന്നെ എൻ്റെ അവിടെ ഉമ്മക്ക് സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മ അവിടെ വീട് വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ റെൻ്റ് ഹൗസിലായിരുന്നു ജീവിച്ചത്. പിന്നെ എൻ്റെ ഉപ്പാക്ക് സ്ഥലവും വീടൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പം ഉപ്പാൻ്റെ വീട് ഉപ്പാക്ക് കൊടുത്തതാണ് ഉപ്പുമ്മ. ആ വീട് പൊളിച്ച് നമുക്ക് പെൺകുട്ടിക്ക് നല്ല ബെഡ്റൂം കൊടുക്കണം, നല്ല രീതിയിൽ അവർക്ക് നല്ല പാർട്ട്ണറെ കൊടുത്ത് ജീവിക്കണം, അവരെ കൂടെ സന്തോഷമായിട്ട് നമ്മളെ കൂടെ ജീവിക്കണം എന്ന് വിചാരിച്ച് ഉമ്മ ഈ വീട് പൊളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചു. പൊളിച്ചു. അങ്ങനെ വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞപ്പോൾ ഉമ്മ പോയിട്ട് വാർപ്പ് കഴിഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഉമ്മ ഈ വീട്ടിലോട്ട് വന്നിട്ടില്ല. ഉമ്മ നമ്മളെ വിട്ട് പോയി. 2016 ഉമ്മ പോയത്. ആ 16 കഴിഞ്ഞിട്ട് നമ്മൾ 40 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ കല്യാണം, എൻ്റെ നിക്കാഹ് ചെയ്ത് വെക്കുമ്പോൾ ഉമ്മ ഉണ്ട്. ആ ഒരു 6 മാസത്തിൻ്റെ ഇടയിൽ ഉമ്മ പോയി കഴിഞ്ഞിട്ട് എന്നെ ഒരു 4 ആൾ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി. അതായിരുന്നു എൻ്റെ കല്യാണം. എൻ്റെ കല്യാണം എന്ന് പറയാനൊന്നും എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. കല്യാണം എന്ന് പറഞ്ഞിട്ടൊന്നും കഴിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഉമ്മ പോയതിൻ്റെ പേരിൽ എല്ലാ ശക്തിയും എല്ലാ ബലവും ഒക്കെ ഉമ്മയായിരുന്നു. അപ്പോൾ ഉമ്മ പോയപ്പം പിന്നെ ദുനിയാവിൽ ഇനി ഒന്നിനും കഴിയില്ലാന്ന് ഉറപ്പിച്ചു. അങ്ങനെ 4 ആൾ വന്നിട്ട് കാനത്ത് കഴിച്ച ആൾ ആ വീട്ടിൽ നിന്ന് 4 ആൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അതായിരുന്നു എൻ്റെ കല്യാണ ജീവിതം. ഗൈസ്, നമ്മൾ മദറിനെ കുറിച്ച് പറയാനാണെങ്കിൽ വാക്കുകളില്ല. അതങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു ഉപകാരമുണ്ട്. ആ ഒരു വ്യക്തിൻ്റെ വയറ്റിൽ ജനിച്ചതുകൊണ്ട് ഒരുപാട് അങ്ങേയറ്റം ദുനിയാവിൽ അങ്ങേയറ്റം ക്ഷമിക്കാനുള്ള കൈവിറപ്പ് തന്നിട്ടുണ്ട്. അത് ആ ഉമ്മാൻ്റെ വയറ്റിൽ ഞാൻ ജനിച്ചത് കൊണ്ടാണെന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ചെറുത് തൊട്ടിട്ടേ ഒരുപാട് ഉമ്മ അനുഭവിച്ചിട്ടുള്ളത്, ഉമ്മാൻ്റെ സങ്കടവും കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം ശരിക്കും എനിക്കൊക്കെ ജീവിതത്തിൽ ഇത്രയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ഇനി പറ്റുമെന്ന് അറിയില്ല റബ്ബേ. എന്നാലും എനിക്ക് മക്കളെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഉമ്മ ആഗ്രഹിച്ച പോലെ അവരത് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റണം. കാരണം ഉമ്മ വെച്ചാൽ അപ്പം നിങ്ങൾ ചോദിക്കും എനിക്ക് ഉപ്പാൻ്റെ കഥ. ഉപ്പ വെച്ചാൽ ആൾ എല്ലാത്തിനും കുറേ കൂടി ഒതുങ്ങിയിട്ട് അങ്ങനെയാണ് ഉപ്പാൻ്റെ ഒരു രീതി. പക്ഷെ ഉമ്മ അങ്ങനെയല്ല. മക്കളിലൂടെ ഒരുപാട് സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യണം. അങ്ങനെ ഒരു വിലയോ അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. ഉമ്മ എപ്പോഴും നമ്മൾക്ക് എത്ര നല്ലത് തരണം അത്രയും നല്ലത് ഉമ്മ നമുക്ക് തരും. അങ്ങനെ ഒരു ഉമ്മയാണ്. ഉമ്മക്കാണ് അത്രയും ശ്രമം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഉമ്മ പോവാനാകുമ്പോൾ വെച്ചാൽ ഉമ്മക്ക് ഭയങ്കര സ്പീഡായിരുന്നു. എന്തെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെ ഒന്നും അറിയില്ല. ഒരു മാജിക് പോലെയായിരുന്നു ഉമ്മ കളിച്ചു കൂട്ടിയതൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ അത് പോകുന്നതിൻ്റെ തിരക്ക് കൂട്ടലായിരിക്കാമെന്ന് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ചില സമയത്ത് ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്, കയ്യാണ്ട് നിന്ന ഒരു സമയത്ത് ഒന്ന് എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ടെൻഷനാവുന്നു, നിങ്ങളൊന്ന് എണീക്കുന്നൊക്കെ പറഞ്ഞ ദിവസങ്ങളുണ്ട്. കാരണം ഇങ്ങനെ ക്ഷീണം പിടിച്ച് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോകുന്നും പേടിയായിട്ടുണ്ട്. ചില സമയം ഞാൻ വയ്ക്കും അതൊന്നുമില്ല, അങ്ങനെയൊന്നും പഠിച്ചവൻ ചെയ്യില്ല അങ്ങനെയൊക്കെ. പക്ഷേ ഒരിക്കൽ പോലും ഉമ്മ നമ്മളെ വിട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറ്റിയാലും ഉമ്മ നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ച ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് ആൾ ജീവിച്ച് നല്ല രീതിയിൽ ജീവിക്കണം, നമ്മളെ കൂടെ ജീവിക്കണം അങ്ങേറ്റം ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മ ഒരു പ്രത്യേകത ഉണ്ട് വെച്ചാൽ ഞാൻ ഒരു കാര്യം സീക്രട്ടായിരുന്നു, പക്ഷെ ഞാൻ പറയുകയാണ് ഇപ്പോൾ വെച്ചാൽ സീക്രട്ട് എന്ന് പറയാനില്ല. എൻ്റെ മനസ്സിലത് അങ്ങനെ ഭദ്രമായിട്ട് വെക്കുന്നൊരു കാര്യമാണ്. ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ഉമ്മ ഉപ്പ 2 ആളോടും ഉപ്പ പോയതിന് ശേഷം ഉപ്പാനെയും കൂടി ചേർത്ത് വിളിക്കും.
അപ്പം ഞാൻ നമ്മൾ നിസ്കരിക്കുന്ന ഒരു സമയത്ത് മഗ്‌രിബിൻ്റെ സമയത്തായാലും രണ്ടാളെയും എനിക്ക് കാണണമല്ലോ എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടാളും എൻ്റെ കൺമുമ്പിൽ ഉണ്ടാകലുണ്ട്. അൽഹംദുലില്ലാ ഞാൻ എന്ത് ചെയ്യുമ്പോഴും യൂട്യൂബ് തുടങ്ങുമ്പോഴായിക്കോട്ടെ ഒക്കെ ഞാൻ എല്ലാ കഥകളും എൻ്റെ മദറിനോട് ഞാൻ പറയലുണ്ട്. ഒക്കെ എന്തെങ്കിലും വിശേഷം പറഞ്ഞ് ചോദിച്ച് സമ്മതം ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പിലാണ് ഞാനൊക്കെ ചെയ്യൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്വഭാവം എനിക്കുണ്ട്. ഇൻഷാ അല്ലാ ഉമ്മയും ഉപ്പയൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.